സുഹൃത്തുക്കളെ, എന്തൊക്കെയായാലും നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അത് സുധാകരൻ ആയിരിക്കും എന്നുള്ളതിന്റെ ഏകദേശ സൂചനകൾ ഇപ്പൊ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് പറയാനുള്ള 2-3 കാരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ കണ്ട് പറഞ്ഞതല്ല. ഒന്ന്, നമ്മുടെ KPCC പ്രസിഡന്റാണ് നമ്മുടെ സുധാകരൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ട് നമ്മുടെ VD സതീശനുണ്ട്. ഈ രണ്ടുപേരും മാറുമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മാറുമെന്നും പറയുന്നുണ്ട്. എന്തായാലും മാറ്റുന്ന സമയത്ത് മിക്കവാറും അത് VD സതീശന് പകരമായിട്ട് സുധാകരനായിരിക്കും എന്നുള്ള ഒരു പറച്ചിലുണ്ട്. പക്ഷെ ആ ഒരു പറച്ചിൽ ചില പ്രശ്നങ്ങളിലേക്കും ചില ഭയത്തിലേക്കും UDF ഇതിനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ താൻ BJPയിലേക്ക് പോയി കളയും എന്ന് പറയുന്ന ഒരു ഉറച്ച ബോധ്യം മറ്റുള്ളവർക്ക് നമ്മുടെ സുധാകരനെ കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തന്നെ BJPക്ക് പോയിട്ട് പിന്നെ BJPയുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു മനുഷ്യനെ കാണേണ്ടി വരുമല്ലോ എന്നുള്ള പ്രശ്നത്തില് UDF കുഴങ്ങിക്കിടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ആ ഒരു KPCCയുടെ സ്ഥാനം ഇപ്പൊ ഈ അടുത്ത സമയത്ത് നിന്ന് മാറ്റിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു കരക്കമ്പിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ KPCCയിൽ ആ പുനഃസംഘടന പകുതി വെച്ച് നിർത്തിക്കുകയാണ്. ആ പുനഃസംഘടന വീണ്ടും തുടരുകയും ഒപ്പം തന്നെ ഒരു വലിയ അഴിച്ചു പണി ഉണ്ടാവുകയും ചെയ്യും. അത് എപ്പോൾ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UDF പറയുന്ന പോലെ 20-ൽ 20 UDFന് കിട്ടിക്കഴിഞ്ഞാൽ ഈ പുനഃസംഘടന എന്ന് പറയുന്ന ഈ പരിപാടി കുറച്ച് നീളും. എന്നാൽ 20-ൽ 20 കിട്ടാതെ LDF പറയുന്ന പോലെ 8 മുതൽ 12 വരെ സീറ്റ് LDFന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭീകരമായിട്ടുള്ള ഒരു അഴിച്ചുപണി നമ്മുടെ KPCCയിൽ ഉണ്ടാവും. അത് AICC ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതിനാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങളെല്ലാം. ഇനി അവിടെ ആരുടെ പണിയായിരിക്കും തെറിക്കുക? നമ്മുടെ VD സതീശന്റെ പ്രതിപക്ഷ സ്ഥാനം തെറിക്കുമോ? അത് തെറിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നമുക്കറിയാം. ഇനിയിപ്പോ അതേ സമയം തന്നെ നമ്മുടെ KPCC അധ്യക്ഷ സ്ഥാനം സുധാകരൻ തെറിച്ചു പോകുമോ? സുധാകരൻ തെറിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്, ഇല്ല എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, സുധാകരൻ വേണമെങ്കിൽ കൃത്യമായിട്ടും കൈ കഴുകി പുറത്തേക്ക് പോവാം. കാരണം കണ്ണൂരിലെ നേതാവായിരുന്നു, മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയായിരുന്നു സുധാകരൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ സംഘടനാ കാര്യങ്ങളും ഇതിന്റെ മിഷനറിയെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും സുധാകരൻ ഉണ്ടായിട്ടില്ല. ആ ഒരു പരിപാടി മുഴുവൻ കുറച്ചു പേരെ കയ്യിലായിരുന്നു. ഒന്ന് VD സതീശൻ, ചെന്നിത്തല, KC വേണുഗോപാൽ, MM ഹസൻ, ഇത്തരം ആളുകളാണ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. MM ഹസൻ തന്നെ പറയുന്നുണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും KC വേണുഗോപാലുമായിട്ട് ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെന്ന് MN ഹസൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങാനും ഇവിടെ UDF തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മുടെ സുധാകരന് കൈ കഴുകാം. കാരണം ഞാൻ ഇതിന്റെ പാർട്ടി മിഷനറി ചലിപ്പിക്കാൻ ഞാൻ ഇടപെട്ടിട്ടില്ല, ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു, അതിൻ്റെതായിട്ടുള്ള ചുമതലമായിട്ട് ഞാൻ കണ്ണൂർ നടക്കരുതെന്ന് നമ്മുടെ സുഖമായിട്ട് നമ്മുടെ സുധാകരന് കൈ കഴുകി അപ്പുറത്ത് പോയിരിക്കാം. എന്നാൽ അതേ സമയം തന്നെ ഇപ്പൊ കേൾക്കുന്ന വിവരം ഇതിന്റെ അവലോകന യോഗത്തില് ഒരു സംഗതി VD സതീശനും കൂട്ടരും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിങ്ങനെയാണ്, ഇവിടെ ജയിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പാർട്ടി പ്രവർത്തിച്ചിട്ടല്ല, അതിന് പകരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ഒരു തരംഗം, ഒപ്പം തന്നെ നമ്മുടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കേരള ഗവൺമെന്റിനെതിരെയുള്ള തരംഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജയിക്കുകയാണെങ്കിൽ ജയിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തോൽക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു വെക്കുകയും ഒപ്പം തന്നെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതലയുള്ള അധ്യക്ഷ സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുകയും അതൊരു പണിയായിട്ട് സുധാകരന് വരികയും ചെയ്യാം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഉള്ളിലൂടെ വായിച്ചെടുക്കാവുന്ന ഒരു കാര്യങ്ങളാട്ടോ. ഇത് ഇതേപോലെ തന്നെ നടക്കുമെന്നോ ഇനി ഇങ്ങനെ നടക്കാതിരിക്കുമെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം സംഗതി കോൺഗ്രസ്സുകാരാണ്. എന്തായാലും നമുക്കൊരു കാര്യം അറിയാം, സംഘടന ശക്തമായിരുന്നില്ല കോൺഗ്രസിന്റെ മറ്റു പാർട്ടികളെ പോലെ. ഇവിടെ BJP 1-2 സ്ഥലത്തായിരുന്നെങ്കിലും അവിടെ അക്ഷീണം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും BJP മനസ്സറിഞ്ഞു ചെയ്തിട്ടുണ്ട്. 3-4 തവണ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്കൊക്കെ വരികയുണ്ടായി. പക്ഷെ അത്തരത്തിലുള്ള പരിപാടികളൊന്നും നമ്മുടെ UDFന് ഉണ്ടായിട്ടില്ല. പലയിടത്തും പല ആളുകൾ നേതൃത്വം നൽകി. ആ നേതൃത്വം നൽകിയ ആളുകളുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഓരോ സ്ഥലത്തും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇനിയിപ്പോ നേതൃമാറ്റം നടക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന വിവരം കൃത്യമായിട്ടും KPCCയിൽ നേതൃമാറ്റം നടക്കുകയാണെങ്കിൽ ഒരു ക്രൈസ്തവനായിരിക്കും നേതാവാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം ഉമ്മൻചാണ്ടി ഒരു ക്രൈസ്തവനായിരുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറെക്കുറെ റോമൻ കാത്തലിക്സിനൊക്കെ അത്യാവശ്യം ഇടപെടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കാനൊക്കെ
ഈ ക്രൈസ്തവർ ഇതിന്റെ ഒരു മേലധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും സുധാകരൻ VD സതീശനൊക്കെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ക്രൈസ്തവ സഭയുമായിട്ടും അല്ലെങ്കിൽ സഭകളുമായിട്ടുള്ള ഒരു ബന്ധം പഴയതുപോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ വോട്ടിന്റെ കാര്യത്തിൽ ഇടിച്ചിൽ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് അവർ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അതിന്റെ സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാനോ അല്ലെങ്കിൽ ആന്റണിയോ ഒക്കെ ഒരു ഇതിന്റെ തലപ്പത്തേക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഒരു ക്രൈസ്തവ നേതാവ് വേണമെന്നുള്ളൊരു തരത്തിലേക്കുള്ള ചില വർത്തമാനങ്ങളൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തായാലും അത് ഇത്തരം ഒരു കാര്യം കൂടി അതിന്റെ പുറകിൽ ഉള്ളത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും എനിക്കൊരു തോന്നുന്ന ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും അഴിച്ചുപണികളൊക്കെ സംഭവിക്കും, പക്ഷെ ഏറ്റവും നന്നായിട്ടുള്ള ഒരു അഴിച്ചുപണി നടക്കുക അത് UDF തന്നെയായിരിക്കും. അത്തരം അഴിച്ചുപണിയിൽ ആർക്ക് എന്തൊക്കെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്നും ആർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ തേടി വരുമെന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ സുധാകരൻ മാറുമോ, VD സതീശൻ മാറുമോ, പകരം മാറുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും കൃത്യമായിട്ടും ആ ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ആ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തുക എന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് എഴുതുമെന്ന് വിശ്വസിക്കുന്നു. ബൈ സുഹൃത്തുക്കളെ.